മാനസിക വ്യാപാരത്തിനും അതുപോലെ തന്നെ ശാരീരിക വ്യാപാരത്തിനൊക്കെ തന്നെ ഒരു ദിവസേനുള്ള റുട്ടീൻ പോലുള്ളൊരു കാര്യം ഡോക്ടർ പറഞ്ഞുതരാൻ പറ്റുമോ? ഇപ്പം നമ്മളുടെ ഒരു മെനു, നമ്മുടെ ദിവസത്തിലൊരു മെനു എങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ ആഹാര രീതി, നമ്മുടെ മറ്റുള്ള വ്യായാമങ്ങൾ, എല്ലാത്തിനും കൂടെ ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തിലുള്ള ഒരു മെനു ഒന്ന് വിശദാക്കുക. നമ്മൾ ആദ്യം ഞാൻ വരുന്നത് മാനസിക തലത്തിലേക്ക് വരാം. ഓക്കെ. പിന്നെ നമ്മൾ ഭക്ഷണം, ഒരു വ്യക്തിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം? മാനസിക തലത്തിൽ ഒരു വ്യക്തി രാവിലെ കഴിയുന്നതും ഒരു ദിവസത്തെ ചരിയായിട്ടാണല്ലോ. അതെ 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 അതെ. ഇപ്പൊ ഒരുപാട് ആളുകൾ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ പൊതുവില് സംഭവിക്കുന്ന ഒരുപാട് തെറ്റുകളെ, ആ തെറ്റുകൾ പറയാതെ ഈ ശരി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ തെറ്റുകൾ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരാം. വളരെ പരമാവധി രാത്രി ഉറങ്ങുന്നത് പരമാവധി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, പരമാവധി നേരത്തെ എഴുന്നേൽക്കുക. ആൾക്കാരെ കൊണ്ട് അധികം സാധിക്കാൻ കഴിയാത്തൊരു വളരെ ഇതായിട്ടുള്ള ഒരു സംഭവം. ആൾക്കാരെ കാരണം 12 മണി 1 മണിക്ക് ഉറങ്ങാൻ, എന്നിട്ട് 9 മണിക്ക് എണീക്കുക, ആ ഒരു രീതിയൊക്കെ വളരെ ഇതാണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ നിർദ്ദേശിക്കുന്ന, പൊതുവെ ചര്യകൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ ഉറങ്ങി നേരത്തെ ഈ രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ പുലർച്ചയ്ക്ക് മാറ്റിയാൽ മതി, വ്യത്യാസമുള്ളൂ. അപ്പൊ അതൊരു പ്രധാന ഘടകം. നേരത്തെ എഴുന്നേൽക്കുന്നത് വളരെ പ്രധാന ഘടകം. ശരിക്കും നമുക്ക് ശുദ്ധജലം രാവിലത്തെ ഈ പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ നല്ലതാണ്. ശുദ്ധജലം കിട്ടാത്തത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, കോരി കഴിക്കുന്നത് വളരെ നല്ല. ശുദ്ധജലം കിട്ടിയാൽ വളരെ നന്നായി. ശുദ്ധജലത്തിലാണ് ഓക്സിജൻ സാന്നിധ്യം കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കിട്ടിയാൽ നല്ല. പിന്നെ നമ്മൾ ഓരോ വ്യക്തികളുടെ എന്താ പറയുക പ്രാർത്ഥന, അത് ഓരോരുത്തരുടെയും കാര്യത്തിന് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രാർത്ഥനാ കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കും, നമുക്കൊരു പ്ലാൻ വേണം ലൈഫിൽ, ഒരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്ലാനും വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പല കാൽക്കുലേഷൻ ഉണ്ടാവും. അത് നേരത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഒരു ദിവസത്തെ സമയമൊക്കെ ഒരുപാട് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പരമാവധി നമ്മൾ രാവിലെ നേരത്തെ എഴുന്നാൻ വിചാരിക്കേണ്ട കാര്യം, ഇന്നത്തെ ദിവസം ഞാൻ മാക്സിമം ഇമോഷണൽ ആവില്ല, ദേഷ്യപ്പെടില്ല, സങ്കടപ്പെടില്ല, അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടാക്കിയത്. കാരണം ഏത് വ്യക്തികളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ബിഹേവിയർ വെച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ബിഹേവിയർ ശരിയാക്കുക എന്നുള്ളത് ആണ് ആദ്യം നേടുന്ന ലക്ഷ്യം. ഉദാഹരണം, ഞാൻ ചിലപ്പോൾ യോഗ ക്ലാസ്സിലൊക്കെ പലരോടും പല അംബീഷൻസ് ചോദിക്കും. എന്താ നിങ്ങൾ ആരാനാവ് ആഗ്രഹിക്കുന്നത്, ലക്ഷ്യം. ഒരു 10-30 പേരുണ്ട്, എല്ലാവരും ഓരോ ലക്ഷ്യങ്ങൾ പറയും. ചിലർ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ അവസാനം പറയും, ഇത്ര ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതിൽ ഒരാളും പറഞ്ഞില്ലല്ലോ എനിക്ക് എൻ്റെ സ്വഭാവം നന്നാക്കണം, അല്ലെങ്കിൽ എൻ്റെ കോപത്തെ ഒന്ന് നിയന്ത്രിക്കണം. അപ്പോൾ അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ഞാൻ ഈ പ്രതീക്ഷരൊക്കെ തന്നെ പൊതുവിൽ അതിരാവിലെ ഈ യോഗയും ധ്യാനവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വളരെ ശുഭകരമായിട്ട് തൃപ്തിയോടുകൂടി കഴിയാൻ സാധിക്കണം, എൻജോയബിൾ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന അങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ആഹാര കാര്യങ്ങളിൽ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ 5ഉം 6ഉം നേരമൊക്കെ ആഹാരം കഴിക്കുന്നവർ ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം നിങ്ങൾ തന്നെ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? ഇല്ല, ഞാനിപ്പം രാവിലെ ഭക്ഷണം കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക്, വൈകിട്ട് ഒരു ചായ, രാത്രി ഊണ്, അത്രേ ഉള്ളൂ. ദിവസം കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇപ്പൊ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ വല്ലതും കുറിക്കോ ഒക്കെ ചെയ്യും. ഒരു പ്രധാന പോയിന്റാണ് ആഹാരം കഴിക്കുന്ന രീതിയൊക്കെ വളരെ പ്രധാനപ്പെട്ട. കാരണം ടി വി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന്റെ അളവും ഈ ബ്രെയിനിലെ മെമ്മറി ഇത് ക്യാച്ച് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലാകുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന കംപ്ലീറ്റ് കൂടെ ആള് ക്യാച്ച് ചെയ്യും. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഇതിലേക്ക് വരാം. ഒരു ദിവസം നമ്മൾ ഏറി വന്നാൽ ഒരുപാട് നേരം ആഗ്രഹം, ഏറ്റവും കൂടുതൽ നേരം ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് 3 നേരം കഴിക്കാം മാക്സിമം. കാരണം ഭൂമുഖത്ത് എല്ലാ ജീവജാലങ്ങളും വേവിക്കാത്ത ഭക്ഷണം കഴിക്കാം, മനുഷ്യ മാത്രം വേവിച്ച ഭക്ഷണം കഴിക്കണം. ഈ വേവിച്ച ഭക്ഷണം കഴിച്ച് ശീലിച്ച മനുഷ്യൻ വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന നല്ല പഴങ്ങൾ വരെ ഇന്ന് വേവിച്ച് കഴിക്കുന്ന രീതിയുണ്ട്. ഉദാഹരണം ഈ പഴം പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത്. ഈ അടുത്ത് എനിക്കൊരു തെക്കൻ ജില്ലയിലേക്ക് പോയപ്പോൾ അവിടുന്ന് മുന്തിരി പുഴുങ്ങിക്കൊണ്ട് തന്നു. മുന്തിരിയോ? ഞാൻ ആദ്യമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കോഴിക്കോട്ടേക്കൊക്കെ സാറിന് ഈ പഴം പുഴുങ്ങുന്ന പതിവുണ്ട്, പക്ഷെ ഈ മുന്തിരി പുഴുങ്ങുന്ന പതിവില്ല. അപ്പൊ എന്താ അവരെന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതിലെ കീടനാശിനിയൊക്കെ ഒന്ന് നശിപ്പിച്ചു വേണ്ടിട്ട് ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തു. അപ്പോ ഇത്തരം, കാരണം പ്രകൃതി
കനിഞ്ഞ് തരുന്നതാണ് നമുക്ക്. ഒന്ന് വളരെ അത്ഭുതകരമാണ് പല പ്രവർത്തനങ്ങളും. നമ്മളെ വീട്ടുമുറ്റത്തൊരു മാങ്ങ വളരെ പുളിക്കുന്നൊരു മാങ്ങ നമ്മൾ പറിച്ച് കുറച്ച് പാകമായ പറിച്ച് റൂമിൽ വെക്കുകയാണ് അല്ലേ. ശരിക്കും ആ പറിക്കുന്ന സമയത്ത് അതിന് പുളിയാണ്, അതിന് മരത്തിൽ നിന്ന് വേർപെടുത്തി നമ്മൾ അകത്ത് വെക്കുകയാണ്. 4-5 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ നല്ല മണം, നമ്മളെ ആകർഷിക്കുന്ന മണം പുറത്തോട്ട്. ആ പുളിയെല്ലാം മാറി അതിൽ നല്ല മധുരമാണ്. അതിൻ്റെ തൊലി എളുപ്പം നമുക്ക് കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്നതിൽ പാകമായിട്ടാണ്. അപ്പോൾ പ്രകൃതി ഇങ്ങനെ കനിഞ്ഞിട്ട് പല വസ്തുക്കളും, ചക്ക, മാങ്ങ, പേരക്ക, അങ്ങനെ പല വസ്തുക്കളും നമുക്ക് തന്നിരിക്കുകയാണ്. വളരെ സുലഭമായി കിട്ടുന്ന ഒരു അണ്ടിവർഗ്ഗമാണ് നമുക്ക് തേങ്ങ. പക്ഷെ തേങ്ങ പച്ചയ്ക്ക് ഒരു കഷ്ണം എന്നാ കഴിച്ചെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കേണ്ടി വരും. എത്ര കൊല്ലം മുന്നേ ആണ്. അപ്പൊ അതേ അവസ്ഥയിൽ നമ്മളെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ആഹാര വസ്തുക്കൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. തേങ്ങ പച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ ഈ റെസിസ്റ്റൻസി പവർ കൂട്ടാൻ വളരെ ഉപകാരപ്രദമാണെന്നുള്ളത് സത്യമാണ്. അതെ, പ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല തേങ്ങ ഒരുപാട് അപവാദത്തിൽപ്പെട്ട, അറിയാലോ, വെളിച്ചെണ്ണ ഒരുപാട് അപവാദത്തിൽപ്പെട്ടായിരുന്നു. ഒരു സമയത്ത് ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നും അത് കൊളസ്ട്രോൾ അധികരിക്കും കാരണമാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ആ പഠനമൊക്കെ മാറി. അടുത്ത കാലത്ത് നമുക്ക് പത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി വളരെയധികം ഫലപ്രദം, വളരെയധികം ആരോഗ്യത്തിന് ഗുണകരമായതാണ് തേങ്ങയും അതിന്റെ വെളിച്ചെണ്ണയും ഒക്കെ. അപ്പൊ നമ്മള് ഒരു ദിവസത്തിൽ 3 നേരം ആഹാരവും ആ ഒരു നേരത്തില് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരമാവധി ഒരു നേരം നമ്മൾ പ്രകൃതി തരുന്ന അതേപടി കഴിക്കുക. നമ്മളായിട്ടൊരു പാചകവും ചേർക്കണ്ട, ഉപ്പ്, എരിവ്, പുളി ഒന്നും ഇടണ്ട. പ്രകൃതി തരുന്ന അതേപടി പഴങ്ങളോ പച്ചക്കറികളോ അണ്ടിവർഗ്ഗങ്ങളോ ഒരു നേരം കഴിക്കുക. ആ ഒരു ശീലം വളരെ, ഏത് സമയത്തിലാണെങ്കിലും ഏറ്റവും നല്ലത് ഒന്നിക്കൽ കാലത്ത് അല്ലേ വൈകി. അങ്ങനെ പറയാൻ കാരണം ഉച്ചയ്ക്ക് കുറച്ചുകൂടി നല്ലപോലെ ദഹനം നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കട്ടിയുള്ള ആഹാരം ആവാം. അപ്പൊ കാലത്തോ വൈകിട്ടോ ഒരു നേരം കഴിക്കാം. പിന്നെ കഴിയുന്നതും രാസവസ്തുക്കൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന നമ്മളെ ഇന്ന് കാർന്ന് തിന്നുന്ന വളരെയധികം മാരകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പഞ്ചസാര. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, കരിമ്പൻ നീര് നല്ലത് ഉണ്ടാക്കുന്നത്, കരിമ്പൻ നീര് ഉണ്ടാക്കുന്നതിന് എത്ര ദോഷകരം. പക്ഷെ അതിൻ്റെ ഒരു 3-ാമത്തെ 4-ാമത്തെ പ്രോസസ്സിംഗ് ആണ് ശർക്കര. അത്ര ദോഷകരമല്ല. പക്ഷെ അത് വീണ്ടും 11-12ഓളം രാസക്രിയ നടത്തിയിട്ടാണ് പഞ്ചസാരയിലേക്ക് വരുന്നത്. കരിമ്പിൻ നീരിൻ്റെ യാതൊരുവിധ ജൈവ സ്വഭാവവും ശരിക്കും എന്തിനില്ല, പഞ്ചസാരക്കില്ല. മാത്രമല്ല ഇത് വളരെയധികം അപകടകാരിയാണ്. മഹാനായ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഷുഗർ ഈസ് വൈറ്റ് പോയ്സൺ എന്നാണ്. വെളുത്ത പഞ്ചസാര വെളുത്ത വിഷമാണ്. അതൊരു ആഹാര വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയിൽ അത് വിൽക്കാൻ വെക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത്രമാത്രം മാരകമാണ്. മാത്രമല്ല ഇത് ശരീരത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് അറിയാവുന്ന എല്ലാവർക്കും ശാസ്ത്രം വരെ കണ്ടെത്തിയ സത്യമാണ്. നമുക്ക് പഞ്ചസാര ശരീരത്തിൽ ആവശ്യമുണ്ട്. ആ പഞ്ചസാര നമുക്ക് പഴങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നുണ്ട്, പഴങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ധാന്യങ്ങളിൽ നിന്ന്, പല വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു പഞ്ചസാര അങ്ങേയറ്റ അപകടമാണ്. ചായ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് നാച്ചുറൽ ഒരു ഇലച്ചായ നമുക്കിന്ന് കിട്ടാനില്ല. പകരം ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് അതിൽ മണത്തിന് അതേപോലെ തന്നെ നല്ല കളറ് കിട്ടാന്, കേടുകൂടാതിരിക്കാനൊക്കെ ഒരു 4-5 കെമിക്കല് തുടക്കത്തിൽ തന്നെ വരികയാണ്. അത് കാപ്പിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാപ്പിയുടെ കാര്യത്തിൽ വളരെ വ്യത്യാസമാണ്. ഇന്ന് നമ്മൾ പാക്കറ്റിലൂടെ വരുന്ന കമ്പനി പാക്കറ്റിലൂടെ വരുന്ന എല്ലാത്തിലും ചായപ്പൊടിയായാലും കാപ്പിപ്പൊടിയായാലും കെമിക്കൽ ഒരുപാട് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം വസ്തുക്കൾ ശരിക്കും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപക്ഷെ പലർക്കും ഇത് കുടിച്ച ഒരു ഉന്മേഷാവസ്ഥ അനുഭവപ്പെടുന്ന അത് ഒരു ഉത്തേജിത പാനീയം ആയതുകൊണ്ടാണ്. ഇതകത്ത് ചെന്ന് കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഉടനെ തന്നെ എല്ലാ ഭാഗത്തും ജലാംശത്തെ ആമാശയത്തിലേക്ക് വലിച്ചതിനെ നേർപ്പിക്കണം. ഇങ്ങനൊരു ക്രിയ പെട്ടെന്ന് ബോഡിക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. കുറച്ച് അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ കുറച്ച് ഊർജ്ജസ്വലത നമുക്ക് അനുഭവം. നമ്മളിപ്പം ഒരുപാട് ക്ഷീണിച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ, പലരും കടുപ്പമുള്ള ഒരു ചായ കിട്ടി കഴിഞ്ഞാൽ ഒരു റിലീഫ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ ഉപയോഗിക്കാറില്ല? ഇല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഒരു 20 വർഷത്തോളായിട്ട് ഒരു 15 ഈ ഒരു മേഖലകളിൽ വന്നതിന് ശേഷം ചായ, പഞ്ചസാര അങ്ങനെയുള്ളൊന്നും ഉപയോഗിക്കാറില്ല. കുറേ ഒരുപാട് സുഖമായിട്ടാണ് തോന്നുന്നത്. ഒന്നും ഒരുപാട് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയോട് കൂടി തന്നെ അത്. അപ്പോൾ പറഞ്ഞു വന്ന പോലെ ഈ ഒരു വ്യക്തിക്ക് ഉച്ചഭക്ഷണത്തിന് അപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കാം? ഉച്ചഭക്ഷണത്തിൽ പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ 3 നേരത്തെ ഭക്ഷണത്തിലെ പിന്നെ പച്ചക്കറികൾ പച്ചയായിട്ട് കുറവ് ഉൾപ്പെടുത്തണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മലയാളികളുടെ ഭക്ഷണ രീതിയാണ് ഈ ധാന്യം ഉപയോഗിക്കുന്നത്. കാരണം പുഴുങ്ങലരിയാണ് വളരെയധികം ഉപയോഗിക്കുന്നത്.
ഈ പുഴുങ്ങലരിയിൽ വളരെ എന്താ പറയുക, അതിൻ്റെ സാരാംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത്. അപ്പം ഈ തവിടോട് കൂടിയുള്ള ധാന്യങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ പച്ചരി ആവാം, തവിടുള്ള നെല്ല് കുത്തിയരി, തവിടുള്ള മട്ടയരി, അങ്ങനെയുള്ളതൊക്കെ ആവാം. പുഴുങ്ങലരി അങ്ങേയറ്റം നമുക്ക് ദോഷം ചെയ്യുന്നു. നമ്മൾ വളരെയധികം ഉപയോഗിക്കുക. പിന്നെ പച്ചക്കറിയുടെ അളവ് കൂട്ടുക. അത് നമ്മൾ ബാക്കി 2 നേരത്തെ ഭക്ഷണത്തിലും കുറച്ച് പച്ചക്കറി പച്ചക്കും വേവിച്ചതും കഴിക്കാം. ഇന്നത്തെ ഒരു പൊതുവേ ഒരു രീതി ഒരുപാട് ധാന്യ ഭക്ഷണവും അതിൽ ഒഴിച്ച് കഴിക്കുക ഒരു കറിയാണ്. ആ ഒരു സിസ്റ്റം മാറിയിട്ട് നമ്മൾ എത്ര അളവിൽ ധാന്യം കഴിക്കും അതേ അളവിൽ പച്ചക്കറി വേവിച്ചതും വേവിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കഴിക്കുന്ന രീതിയാണ് കുറച്ചും കൂടി ശരിയായ ഒരു രീതി. അപ്പോൾ ഒരു 3 നേരത്തെ ആഹാരവും 1 നേരം പഴങ്ങളും പിന്നെ കൃത്രിമ ആഹാരങ്ങളും കൃത്രിമ പാനീയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതി അതാണ് ഒരു സാധാരണ ആൾക്കാർക്ക് നിർദ്ദേശിക്കുന്നത്. ഈ രാവിലെ പുട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. രാവിലെ പുട്ട് ചപ്പാത്തി എല്ലാം കഴിക്കാം. രാവിലെ പുട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറി പച്ചയായിട്ട് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. രാത്രി നമുക്ക് പഴങ്ങളാക്കാം. ഇത് നേരെ തിരിച്ച് രാവിലെ പഴങ്ങളാവുമ്പോൾ രാത്രി നോർമലി എന്തെങ്കിലും ചപ്പാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലത്തെ ഇപ്പം പൊതുവിൽ രാവിലത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ കൂടുതൽ രാത്രി കഴിക്കാം. ചപ്പാത്തി, ദോശ, അങ്ങനെയുള്ള. അപ്പൊ രാവിലെ ഈ പോലെ പഴവും പച്ചക്കറിയോ മിക്ക ദിവസങ്ങളിലും പഴങ്ങൾ. എവിടെയെങ്കിലും ഒരു വിരുന്ന് പോകുമ്പോഴും അങ്ങനെയൊക്കെ മാറുന്നല്ലാതെ അങ്ങനെ അപ്പം മാറി വരും. അല്ലാതെ വീട്ടിൽ നിന്നാകുമ്പോൾ ഈ ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ പ്രകൃതി ചികിത്സ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക്? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് ഈ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതെ. അപ്പോൾ ഇത്തരം മേഖലയിലേക്ക് ശരിക്കും ആ രോഗമില്ലാത്തവർ കടന്നു വരുന്ന ഒരു മാർഗം, പ്രത്യേകിച്ചും ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാർഗം യോഗയാണ്. അപ്പോൾ യോഗ എന്ന് വളരെ ജനങ്ങൾ പൊതുവെ എല്ലാവരും അട്രാക്റ്റീവാണ് യോഗയിൽ. അപ്പോൾ യോഗ ക്ലാസ്സുകളും യോഗ പരിശീലന ക്ലാസ്സുകളും അതുപോലെ ക്യാമ്പുകളൊക്കെ വയ്ക്കുമ്പോൾ ഇതിന് വന്നതിന് ശേഷം യോഗ മാത്രം പോരാ നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ. നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു വ്യക്തിയോട് കൂടി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ യോഗ ക്ലാസ്സിന് വന്നിട്ട് നിരന്തരം അവർക്ക് ഈ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ മാറ്റം വരുത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് യോഗയാണ് ഇതിന് മുന്നിൽ എടുത്തിടുന്നത്. ഞാൻ എൻ്റെ പ്രചരണത്തിന് യോഗയ്ക്ക് മുന്നിൽ ഒരു സ്ഥാനം കൊടുത്തിട്ട് പിന്നിലൂടെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്ന ഒരു. അപ്പോൾ കുറെ കൂടി നന്നായിട്ട് ജനങ്ങൾ അത്, കാരണം ഇപ്പോഴത്തെ കാലത്ത് യോഗയിലേക്ക് ഒരുപാട് ആളുകൾ അട്രാക്റ്റ് ആയി വരുന്നുണ്ട്. എല്ലാ വ്യക്തികളും വേഗം ഈ യോഗയ്ക്ക് വരുന്നുണ്ട്. യോഗയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ തന്നെ ആദ്യം ചോദിക്കുക ഭക്ഷണത്തിന് എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ വന്നോളൂ, യോഗയ്ക്ക് വന്നോളൂ, ഭക്ഷണ ക്രമീകരണം നിങ്ങൾക്ക് എന്തും കഴിക്കാമെന്ന് പറയും. അങ്ങനെ വന്ന് ഞങ്ങൾ യോഗ തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചക്ക് ഓരോ തിയറി ക്ലാസ്സാണ്. ഓരോ തിയറി ക്ലാസ്സിലും ആഹാരത്തിനെ കുറിച്ചും തെറ്റായ ആഹാരചര്യ എങ്ങനെ രോഗങ്ങൾ വരുത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുമ്പോൾ ക്രമേണ ഒരു മാറ്റം പലരിലും ഉണ്ടാകുന്നുണ്ട്. പലരും ഇത് സ്വീകരിച്ച് ചെയ്യുന്നുണ്ട്. ക്രമേണ അപ്പോൾ ആളുകളെ ഈ പ്രകൃതി ജീവനത്തിലേക്കൊക്കെ കുറിച്ച് നല്ലൊരു ബോധം കൊടുക്കാനും അത് അവർ സ്വീകരിക്കാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ ഡോക്ടർ, അപ്പം കുറച്ചു മുമ്പ് പറഞ്ഞു മഹാത്മാഗാന്ധിജിയെ പറ്റി പറഞ്ഞു. ഗാന്ധിജി പഞ്ചസാരയെ കുറിച്ച് വെളുത്ത വിഷവസ്തുവാണെന്ന് പറഞ്ഞു. ഗാന്ധിജിയും പ്രകൃതി ചികിത്സയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഗാന്ധിജിയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് പ്രകൃതി ചികിത്സാ കേന്ദ്രം പണിത വ്യക്തി. പക്ഷെ പലർക്കും ആ കാര്യം അറിയില്ല എന്നുള്ളതാണ്. അതായത് ഗാന്ധിജി ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ പ്രകൃതി ചികിത്സാ പ്രചാരകൻ വരെ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയാണ്. അദ്ദേഹം ലൂയി കുനിന്റെ ആരോഗ്യത്തിന്റെ താക്കോൽ കീ ടു ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ബുക്കിലൂടെയാണ് പ്രകൃതി ചികിത്സയിലേക്ക് ആകൃഷ്ടനാവുന്നത്. അത് സ്വന്തം ജീവിതത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ മണിലാലിനും ഭാര്യയ്ക്കും ഒക്കെ ഇത് ജീവിതത്തിലൊക്കെ അത് ഒരുപാട് അദ്ദേഹം ഈ ചെയ്ത് ഉപവാസങ്ങൾ വരെ ചെയ്തു നോക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയും പിന്നെ അത് പ്രചരണം നടത്തുകയും ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹം ഉരുളിഗാഞ്ചലിൽ ഉരുളിഗാഞ്ചലില് ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രം വരെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രം അതാണ്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ പ്രകൃതി ചികിത്സയെ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കൃതികൾ എങ്ങാനുണ്ടോ? അദ്ദേഹം ഇതിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതി. അതായത് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ തന്നെ മണിലാലിന് ഈ അസ്ഥി പൊട്ടുന്ന സമയത്തൊക്കെ വ്യക്തമായിട്ട് വെച്ച് കെട്ടിയിട്ട് ഉപവസിപ്പിക്കുന്ന രീതിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വളരെ കറക്റ്റായിട്ട് അങ്ങനെ വെക്കുന്ന ഇന്നൊക്കെ ടെക്നോളജി ഉണ്ട് പെട്ടെന്ന് ചെയ്യാനൊക്കെ. അന്ന് അദ്ദേഹത്തെ ഈ ക്ഷതം പറ്റിയിട്ട് ഉപവസിപ്പിക്കുന്നൊക്കെ അത് ജീവിതത്തിൽ തന്നെ കാണാൻ. പിന്നെ പ്രകൃതി